ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AGS ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ചിപ്പി അങ്ങനെ സ്കൂളിൽ എല്ലാവരുടെയും മുമ്പിൽ മൈക്കിലൂടെ അവന്തിക തൻ്റെ അമ്മയല്ലെന്നും താനൊരു അനാഥയാണെന്നും വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. ഇത് കേട്ട് ഇപ്പോൾ വളരെയധികം ദേഷ്യത്തോടെ അവന്തിക ഇപ്പോൾ ചിപ്പിയെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ അവർ കാറിൽ പോയിക്കൊണ്ടിരിക്കുന്നു. നിന്നോട് ആരാ ഇതൊക്കെ പറഞ്ഞത്? എന്ത് ധൈര്യത്തിലാണ് നീ ആ കാര്യമൊക്കെ സ്റ്റേജിൽ നിന്ന് വിളിച്ചു പറഞ്ഞത് എന്നൊക്കെ ഇപ്പോൾ വളരെയധികം ദേഷ്യത്തോടെ ചിപ്പിയോട് അവന്തിക ചോദിക്കുന്നുണ്ട്. എന്നാൽ ചിപ്പി മോള് ഒന്നും തന്നെ മിണ്ടാതിരിക്കുകയാണ്. ഇത് കണ്ട് ഒന്നുകൂടി ദേഷ്യം വരുന്നുണ്ട് അവന്തികയ്ക്ക്. ഇങ്ങോട്ട് നോക്ക് ചിപ്പി മോളെ, എൻ്റെ ചോദ്യത്തിന് നീ മറുപടി തന്നേ പറ്റൂ. നിന്നോട് ഈ അനാഥാലയത്തിൻ്റെ കഥ ആരാ പറഞ്ഞത്? ചോദിച്ചത് കേട്ടില്ലേ, ആരാ പറഞ്ഞതെന്ന് പറ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ അവന്തിക പറയുന്നുണ്ട് ചിപ്പിയോട്. എന്നാൽ ചിപ്പി ഒന്നും തന്നെ മിണ്ടാതിരിക്കുകയാണ്. ഇത് കണ്ടിപ്പോൾ വളരെയധികം ദേഷ്യത്തോടെ വണ്ടി ഇപ്പോൾ റോഡ് സൈഡിലേക്ക് ഒതുക്കി നിർത്തുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് തന്നെ കാറിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി ചിപ്പി നിൽക്കുന്ന അവിടേക്ക് വന്ന ഡോർ തുറന്ന് ചിപ്പിയുടെ അടുത്ത് വന്ന് നിൽക്കുന്നു. എന്നിട്ട് ഇപ്പോൾ വളരെയധികം ശാന്തമായി ചോദിക്കുകയാണ്, മോളെ ഞാൻ ചോദിക്കുന്നത് നീ കേട്ടില്ലേ? എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്, സത്യം പറ, ആരാ നിന്നോട് ഈ കള്ളം പറഞ്ഞത് എന്നൊക്കെ അവന്തിക ചോദിക്കുമ്പോഴും ചിപ്പി ഇപ്പോൾ ഒന്നും മിണ്ടാതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് ഇപ്പോൾ വളരെയധികം സങ്കടം വന്നിട്ട് ഇപ്പോൾ അവന്തിക പറയുന്നുണ്ട്, മോള് പേടിച്ചു പോയോ? അമ്മയ്ക്ക് മോളോട് ഒരു ദേഷ്യവുമില്ല. മോൾ അനാഥയല്ല. ഇന്ന് വരെ മോൾക്ക് എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? മോൾക്ക് ഐസ്ക്രീം വേണോ? അമ്മ വാങ്ങിത്തരാം, വാ എന്ന് പറഞ്ഞ് എന്നൊക്കെ അവന്തിക പറഞ്ഞിട്ട് ഇപ്പോൾ ചിപ്പി ഇരിക്കുന്ന ആ സീറ്റ് ബെൽറ്റൊക്കെ എടുത്ത് മാറ്റിയിട്ട് ചിപ്പിയെ വിളിച്ച് താഴെ കൊണ്ടുപോകുന്നുണ്ട്. എൻ്റെ മോൾ ആഗ്രഹിക്കുന്ന എന്ത് വാങ്ങിച്ചു തരാനും ഈ അമ്മയ്ക്ക് പറ്റും. നീ അവന്തികയുടെ മകളാണ് എന്ന് പറഞ്ഞ് ഇപ്പോൾ ചിപ്പിയെ വിളിച്ചുകൊണ്ട് അവിടെ ഒരു കടയിലേക്ക് കയറുകയാണ്. അവന്തിക ഇപ്പോൾ ചിപ്പിയെ നിർബന്ധിച്ച് പിടിച്ചു വലിച്ചുകൊണ്ടാണ് കടയിലേക്ക് കയറിയിരിക്കുന്നത്. ഈ സമയമെല്ലാം ചിപ്പി ഇപ്പോൾ ആ സ്വാമിജി പറഞ്ഞ കാര്യങ്ങളും സ്കൂളിൽ നടന്ന ആ സംഭവങ്ങളുമെല്ലാം ആലോചിച്ചിങ്ങനെ ഇരിക്കുന്നുണ്ട്. മോൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ഫ്ലേവേഴ്സും ഉണ്ട്, ഏത് വേണമെങ്കിലും എടുത്തോ. ദാ ഇത് വേണോ അതോ ഇത് വേണോ എന്നൊക്കെ ചോദിച്ച് ഒരു വെപ്രാളത്തോടു കൂടി തന്നെ ചിപ്പി ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി കുറേ ഐസ്ക്രീം എല്ലാം ഇങ്ങനെ എടുക്കുന്നുണ്ട്. അങ്ങനെ അവന്തിക ഇപ്പോൾ ഐസ്ക്രീമൊക്കെ കയ്യിലെടുത്ത് പിടിച്ച് ഇതിലേതാ വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ചിപ്പി ഇപ്പോൾ ഒരു ഐസ്ക്രീം തട്ടി താഴേക്ക് കളയുകയാണ്. എന്നിട്ട് നടന്ന് വെളിയിലേക്ക് പോകുന്നു. പെട്ടെന്ന് തന്നെ അവന്തിക അതെല്ലാം അവിടെ വെച്ചിട്ട് ചിപ്പിയുടെ പുറകെ ഓടി ചെല്ലുന്നുണ്ട്. മോളെ അവിടെ നിൽക്ക് എന്ന് പറഞ്ഞ് അവന്തിക ഇപ്പോൾ പുറകെ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്താ എന്നെ മനഃപൂർവ്വം ഇൻസൾട്ട് ചെയ്യുകയാണോ? നിന്നെ ഞാൻ എന്ന് പറഞ്ഞ് ചിപ്പിയെ അടിക്കാനായി കൈ ഓങ്ങുകയാണ് അവന്തിക. ഇത് കണ്ട് വളരെയധികം ദേഷ്യത്തോടെ ചിപ്പി ഇപ്പോൾ അവന്തിക ഇങ്ങനെ തുറച്ച് നോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവന്തിക ഇപ്പോൾ അടിക്കാതെ കൈ താത്തിടുന്നു. നീ എന്നെ വെറുക്കാൻ തുടങ്ങിയ മോളെ, നീ എന്തിങ്ങനെ മിണ്ടാതെ നിൽക്കുന്നത്? അമ്മയ്ക്കിത് സഹിക്കാൻ കഴിയുന്നില്ല. നീ എൻ്റെ മോളാണ്, എൻ്റെ മാത്രം. മോള് കേട്ടതൊക്കെ നുണയാണ്. മോൾക്ക് എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ആരെങ്കിലും മോളോട് അങ്ങനെ പെരുമാറിയിട്ടുണ്ടോ? അമ്മയോട് സത്യം പറയേ. എൻ്റെ പൊന്നു മോളല്ലേ, നിന്നോട് ആരും ഇങ്ങനെ ഈ തെറ്റായ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്? മോൾ അതൊന്നും വിശ്വസിക്കരുത് എന്നൊക്കെ അവന്തിക ഇപ്പോൾ ചിപ്പിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഒരക്ഷരവും മിണ്ടാതെ ചിപ്പി ഇപ്പോൾ വീണ്ടും നടന്ന് കാറിലേക്ക് കയറിയിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ അവന്തികയും വന്ന് വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ്. ശേഷം ഇപ്പോൾ കാണിക്കുന്നത് സച്ചിയും സന്ദീപും ഇപ്പോൾ കുട്ടികളുമായി, അതായത് ഇന്ദുവും അമ്മുവിനെയും കൊണ്ട് വീട്ടിലേക്ക് ഇപ്പോൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. ചിപ്പി പോൾ പറഞ്ഞ ആ കാര്യങ്ങളെല്ലാമാണ്, ആ അച്ഛനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് സച്ചി. എന്നാൽ സ്കൂളിൽ നടന്ന ആ ഒരു സംഭവങ്ങളൊക്കെ ഓർത്ത് അവന്തിക നാണം കെട്ട ആ ഒരു സന്ദർഭം ഓർത്ത് വളരെയധികം സന്തോഷത്തിൽ തന്നെയാണ് സന്ദീപ്. കൊടുത്താൽ കൊല്ലത്തും കിട്ടും. എന്തായാലും അവന്തികയ്ക്ക് വലിയൊരു തിരിച്ചടി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. നാണം കെട്ട് എന്ന് അവരുടെ മുഖം ഓർക്കുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത്. നമ്മളെ ചതിച്ച് നമ്മുടെ സ്വത്ത് സ്വന്തമാക്കി. അവർ കാരണമാണ് നമ്മുടെ അച്ഛൻ മരിച്ചത്. ഏട്ടത്തെയും കുഞ്ഞും വീട് വിട്ടിറങ്ങിയതും അവർ കാരണം തന്നെയാണ്. നമ്മുടെ കുടുംബം തകർത്ത് തരിപ്പണമാക്കി. അവരോടുള്ള പക എൻ്റെ മനസ്സിൽ മരണം വരെ കനൽ കത്തുന്നത് പോലെ കത്തിക്കൊണ്ടിരിക്കും. അവന്തിക എന്ന ബിസിനസ് സൈക്കോ, ബിസിനസ് മേഡം ഒരു കൊച്ചു കുഞ്ഞിൻ്റെ മുന്നിൽ തകർന്നടിഞ്ഞു എല്ലാം. എന്തൊരു സന്തോഷമാണ്. ഇപ്പോഴാണ് എൻ്റെ മനസ്സിനൊരു സന്തോഷം, സമാധാനം കിട്ടിയത്. ഇപ്പോഴാണ് എൻ്റെ നെഞ്ചിലെ നീറ്റിലടങ്ങിയത് എന്നൊക്കെ സന്ദീപ് ഇപ്പോൾ വളരെയധികം സന്തോഷത്തോടെ പറയുന്നുണ്ട്. ഉടനെ സച്ചി പറയുന്നുണ്ട്, എനിക്കിപ്പോൾ അവന്തികയോടുള്ള പ്രതികാരമല്ല എൻ്റെ മനസ്സിലുള്ളത്, കണ്ണീരണിഞ്ഞ ചിപ്പിമോളുടെ മുഖമാണ്. ആ കുഞ്ഞിൻ്റെ കണ്ണുനീരിന് മുന്നിൽ നമ്മുടെ പകയ്ക്കും പ്രതികാരത്തിനുമൊക്കെ എന്ത് വിലയാണുള്ളത്? നമ്മുടെ അമ്മുവിനെയും ഇന്ദുവിനെയും പോലെ തന്നെ ഒരു കുഞ്ഞല്ലേ അതും. ഇവരുടെ ചങ്ക് കൂട്ടുകാരിയല്ലേ. ഇവർക്കൊന്ന് വേദനിച്ചാൽ നമുക്ക് സഹിക്കുമോ? നീയും ഒരു അച്ഛനല്ലേ. ആ കുഞ്ഞു മനസ്സിൻ്റെ സങ്കടത്തിൽ എങ്ങനെയാ സന്തോഷിക്കാൻ കഴിയുന്നത്?
നീ എന്തൊക്കെ പറഞ്ഞാലും എനിക്കിത് ന്യായീകരിക്കാൻ കഴിയില്ല. എനിക്ക് അച്ഛനില്ല എന്ന് എല്ലാവരുടെയും മുന്നിൽ ആ സ്റ്റേജിൽ വെച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോൾ എന്താണെന്നറിയില്ല, അത് കേട്ടപ്പോൾ എൻ്റെ നെഞ്ച് തകർന്നു പോയി. നമ്മുടെ മക്കളെപ്പോലെ തന്നെയാണ് ഞാൻ അവളെയും കണ്ടത് എന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. അല്ലെങ്കിലും ആ കൊച്ചിനോട് ഇച്ചിരി ചേട്ടന് സിമ്പതി കൂടുതലാണെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ തോന്നുന്നത്. എന്തായാലും ഇത്രയ്ക്ക് സങ്കടപ്പെടാൻ ആ കുട്ടി എന്താ ഏട്ടൻ്റെ മോളൊന്നും അല്ലല്ലോ എന്നിങ്ങനെ സന്ദീപ് ചോദിക്കുമ്പോൾ സച്ചി വളരെയധികം ദേഷ്യത്തോടെ സന്ദീപിനെ നോക്കുന്നുണ്ട്. എന്നിട്ട് സച്ചി പറയുന്നുണ്ട്, ഒരു കുഞ്ഞിൻ്റെ സങ്കടം മനസ്സിലാക്കാൻ സ്വന്തം മകൾ ആവണമെന്നുണ്ടോ? അങ്ങനെയാണോ നീ കുഞ്ഞുങ്ങളെക്കുറിച്ച് വിചാരിച്ചത്? അല്ലെങ്കിലും അവനവൻ്റെ ചോരയ്ക്ക് വേദനിക്കുമ്പോഴേ നിന്നെപ്പോലെയുള്ള അച്ഛന്മാർക്കൊക്കെ മനസ്സിലാവൂ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ കാറ് ഒരു റോഡ് സൈഡിലേക്ക് ഒതുക്കി നിർത്തുകയാണ് സച്ചി. അങ്ങനെ എല്ലാവരും കുട്ടികളും അവർ രണ്ടുപേരും ഇപ്പോൾ കാറിൽ നിന്നും ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് ഇപ്പോൾ സച്ചി വീണ്ടും പറയുന്നുണ്ട്, കഴിഞ്ഞ 7 വർഷമായി ഒരു സങ്കടക്കടലുമായി നടക്കുന്ന ആളാണ് ഞാൻ. എന്നെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ നീ? ഇല്ലെങ്കിൽ നീ ഇത് പറയില്ലായിരുന്നു. ഇതുപോലെ ഒരു സാഹചര്യം എൻ്റെ സാക്ഷിമോളുടെ ജീവിതത്തിലുണ്ടായാൽ എനിക്കത് സഹിക്കാൻ കഴിയില്ല. ചിപ്പിമോളെ കണ്ടതു മുതൽ അവൾ പറഞ്ഞുകൊണ്ടിരുന്നത് അച്ഛനെക്കുറിച്ചായിരുന്നു. ഇത്രയും കാലമായി അവളെ കാണാതിരുന്ന അച്ഛൻ അവളെ കാണാൻ വരുന്നതിൻ്റെ സന്തോഷമായിരുന്നു അവളുടെ മുഖത്തും മനസ്സിലും നിറയെ. അവന്തിക ആ വേഷം കെട്ടി വന്നപ്പോൾ തകർന്നു പോയത് ആ കൊച്ചുകുഞ്ഞിൻ്റെ അച്ഛനെക്കുറിച്ചുള്ള സങ്കല്പവും സ്വപ്നങ്ങളും എല്ലാമാണ്. ഒറ്റയടിക്ക് അവളുടെ മുഴുവൻ പ്രതീക്ഷയും തകർന്നടിഞ്ഞുപോയി എന്നൊക്കെ സച്ചി പറയുന്നത് കേട്ട് ഇപ്പോൾ അമ്മു ചോദിക്കുന്നുണ്ട്, പാവം ചിപ്പി, അവൾക്കിപ്പോൾ അച്ഛനും അമ്മയും ഇല്ല. അവന്തികാൻറ്റി ചിപ്പിയെ ഒരുപാട് തല്ലിക്കാണും അല്ലേ അച്ഛാ എന്നിപ്പോൾ ഇന്ദു സച്ചിയോട് ചോദിക്കുന്നുണ്ട്. ഉടനെ സച്ചി പറയുന്നുണ്ട്, അറിയില്ല മോളെ, ഭ്രാന്ത് പിടിച്ച ആ സ്ത്രീ ആ കുഞ്ഞിനെ എന്താ ചെയ്യുകയെന്ന് ഒരു പിടിയുമില്ല. അച്ഛൻ്റെ മനസ്സിൽ ഇപ്പോഴുള്ളത് ആ കുഞ്ഞിൻ്റെ കരച്ചിൽ മാത്രമാണ് എന്നൊക്കെ വളരെയധികം സങ്കടത്തോടെ സച്ചി ഇപ്പോൾ പറയുന്നു. എന്നിട്ട് കണ്ണുനീര് തുടയ്ക്കുന്നുണ്ട് സച്ചി. പിന്നീട് ഇപ്പോൾ കാണിക്കുന്നത് ഗോകുലിനെയും അർച്ചനയുമാണ്. ഗോകുൽ ഇപ്പോൾ സ്കൂളിൽ നടന്ന എല്ലാ സംഭവങ്ങളും വന്ന് അർച്ചനയോട് പറഞ്ഞിരിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ അർച്ചന പറയുന്നുണ്ട്, എന്തൊക്കെ ഈ കേൾക്കുന്നത്? നമ്മുടെ ചിപ്പിമോളുടെ കാര്യം തന്നെയാണോ ഈ പറയുന്നത്? അവൾ അനാഥയാണെന്നോ? ഈശ്വര, എന്തൊരു വിധിയായത് എന്നൊക്കെ അർച്ചന പറയുമ്പോൾ ഗോകുൽ പറയുന്നുണ്ട്, ചിപ്പിമോൾ ഇങ്ങനെ സ്റ്റേജിൽ കയറി പറയുമെന്ന് ആരും തന്നെ കരുതിയില്ല. ഇത് കേട്ട് അവന്തിക വളരെയധികം ഷോക്കായിപ്പോയി. കുട്ടികളുടെ കൂകിവിളിയും ബഹളവും അതൊക്കെ കേട്ട് അവർക്ക് ഭ്രാന്ത് പിടിച്ചില്ലെങ്കിലേ ഉള്ളൂ അതിശയം. ഇത് കേട്ട് ഉടനെ ഗൗരിമോളും പറയുന്നുണ്ട്, ചിപ്പി കരഞ്ഞുകൊണ്ട് സ്റ്റേജിൽ നിന്ന് പ്രസംഗിച്ചത് അവളെ അനാഥാലയത്തിൽ നിന്ന് ദത്തെടുത്തതായിരിക്കുമോ അമ്മേ എന്നിങ്ങനെ അർച്ചനയോട് ഗൗരി ചോദിക്കുന്നു. ഉടനെ അർച്ചന പറയുന്നുണ്ട്, എനിക്കറിയില്ല മോളെ, കേട്ടിട്ട് എനിക്ക് തന്നെ സഹിക്കാൻ കഴിയുന്നില്ല. ആ കുട്ടിക്ക് ആരുമില്ലെന്ന് അവിടെ നിന്ന് വിളിച്ചു പറയുമ്പോൾ അതിൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? ആ കുഞ്ഞു മനസ്സ് എന്തുമാത്രം പിടഞ്ഞു കാണും. നമ്മുടെ ഗൗരിമോളെ പോലെ തന്നെ ഒരു കുഞ്ഞല്ലേ അവളും. എൻ്റെ ഉള്ളിൽ എന്തോ സഹിക്കാൻ കഴിയാത്തൊരു വേദന. ചിപ്പിമോളുടെ കാര്യമാ കഷ്ടം. ഇനി എങ്ങനെ ആ കുഞ്ഞിനെ സ്കൂളിൽ പോകാൻ കഴിയുന്നത്? കൂട്ടുകാരെല്ലാം കൂകി വിളിക്കില്ലേ എന്നൊക്കെ ഇങ്ങനെ അർച്ചന പറയുന്നത് കേട്ട് ഗൗരി പറയുന്നുണ്ട്, അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കിട്ട് ഞങ്ങൾ നല്ല ഇടി വെച്ച് കൊടുക്കും എന്ന് പറയുന്നത് കേട്ട് ഗോകുൽ ഇപ്പോൾ പറയുന്നുണ്ട്, അയ്യോ കയ്യാങ്കളിക്കൊന്നും പോകണ്ട, അതിൻ്റെ കാര്യങ്ങളൊക്കെ പ്രിൻസിപ്പളും ടീച്ചേഴ്സും കൂടെ നോക്കിക്കോളും. ദത്തെടുത്താണെങ്കിലും അവൾ എങ്ങനെ അനാഥയാകും? അവൾക്കൊരമ്മയില്ലേ എന്നൊക്കെ ഇപ്പോൾ ഗോകുൽ പറയുന്നുണ്ട്. ഉടനെ അർച്ചന പറയുന്നുണ്ട്, എനിക്ക് അവളോടൊന്ന് സംസാരിക്കണം, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഗോകുൽ പറയുന്നുണ്ട്, ഇപ്പോൾ വിളിക്കാതിരിക്കുന്നതാണ് നല്ലത്. കുട്ടിയുടെ മാനസികാവസ്ഥ എന്താണെന്ന് ഇപ്പോൾ പറയാൻ സാധിക്കില്ല എന്ന് പറയുന്നുണ്ട്. ഈ ഷോക്കിൽ നിന്നും ആ കുഞ്ഞൊന്ന് റിക്കവർ ആകട്ടെ, എന്നിട്ട് നമുക്ക് പതിയെ പോയി സംസാരിക്കാം എന്നൊക്കെ ഗോകുൽ അർച്ചനയോട് പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഒരുപാട് ലേറ്റ് ആക്കണ്ട, കൊച്ചു കുഞ്ഞുങ്ങളുടെ മനസ്സാണ്, അതവരെ എങ്ങനെ ബാധിക്കുമെന്നറിയില്ല. ചിലപ്പോൾ അത് ചിപ്പിമോളെ വലിയൊരു ഡിപ്രഷനിലേക്ക് എത്തിച്ചേക്കാം എന്നൊക്കെ ഇപ്പോൾ അർച്ചന പറയുന്നുണ്ട്. ഇത് കേട്ട് ഗൂഗിൾ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ഉണ്ടാകില്ല. ഇത്രയും ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ കൊണ്ടു നടക്കുന്ന ഒരു ലേഡിയല്ലേ, അവർക്ക് എന്തായാലും ചിപ്പിമോളെ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും എന്ന് ഗൂഗിൾ പറയുമ്പോഴും ഇതൊക്കെ ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് അർച്ചന. ഉടനെ ഗൂഗിൾ പറയുന്നുണ്ട്, താനിതൊന്നും ആലോചിച്ച് കൂടുതൽ ഇമോഷണൽ ആകണ്ട എന്ന് പറയുന്നു. ഉടനെ അർച്ചന പറയുന്നുണ്ട്, ആരൊക്കെ ചുറ്റിനുണ്ടെന്ന് പറഞ്ഞാലും അനാഥത്വം തന്നെയാണ്. അത് അനുഭവിക്കുമ്പോഴേ അതിൻ്റെ വേദന മനസ്സിലാകൂ. ഇത്രയും നാളും സ്വന്തം അമ്മയായി കണ്ട് അമ്മയെന്ന് വിളിച്ച ആ സ്ത്രീ അമ്മയല്ലെന്നറിയുമ്പോൾ എന്തായാലും ആ കുഞ്ഞിനത് സഹിക്കാൻ കഴിയില്ല. ഗോകുലിനോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഇത്രയും കാലം എൻ്റെ കൂടെ ജീവിച്ച എൻ്റെ ഭർത്താവും മകളും നാളെ ഒരു ദിവസം എൻ്റെ ആരുമല്ല എന്നറിയുന്ന ഒരു നിമിഷം എൻ്റെ ജീവിതത്തിലുണ്ടായാൽ ഞാൻ എങ്ങനെയാണ് അത് അതിജീവിക്കുന്നത് എന്നിപ്പോൾ അർച്ചന ഗോകുലിനോട് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് ഗോകുലൊന്ന് ഞെട്ടുന്നു. എനിക്കത് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല. ആ ഒരു നിമിഷം മരണത്തിന് തുല്യമാണ് എന്നൊക്കെ അർച്ചന ഇപ്പോൾ ഗോകുലിനോട് പറയുന്നുണ്ട്. ശരിക്കും ചിപ്പിമോളുടെ അമ്മ ആരായിരിക്കും? അവർ എന്തിനായിരിക്കും ആ കുഞ്ഞിനെ അനാഥാലയത്തിൽ ഉപേക്ഷിച്ചത്? എന്തിനായിരിക്കും അവർ ആ കുഞ്ഞിനെ ഉപേക്ഷിച്ചത്?
ചിപ്പിമോൾക്ക് താൻ പ്രസവിച്ച അമ്മയെ ഒന്ന് കാണാനെങ്കിലും സാധിക്കുമോ എന്നൊക്കെ ഇങ്ങനെ അർച്ചന മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ഇത് കണ്ടിപ്പോൾ ഗൂഗിൾ പറയുന്നുണ്ട്, താൻ ഇങ്ങനെ ആവശ്യമില്ലാത്ത ഓരോന്നും ചിന്തിക്കേണ്ട. ലോകത്തിൽ എത്രയോ കുട്ടികൾ ഇതുപോലെയൊക്കെ ആകുന്നുണ്ട്. ചില കുട്ടികൾ അറിയുന്നുണ്ട്, ചില കുട്ടികൾ അത് അറിയുന്നില്ല. ചിപ്പി ഭാഗ്യം ചെയ്ത കുഞ്ഞായതുകൊണ്ടാണ് അവന്തികയെ പോലെ ഒരാൾക്ക് ആ കുഞ്ഞിനെ ദത്തെടുക്കാൻ തോന്നിയത്. പിന്നെ ഇപ്പോഴുണ്ടായ ആ പ്രശ്നം അത് അവന്തിക തന്നെ ചിപ്പിയെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളും. താൻ ചിപ്പിമോളുമായി കുറച്ച് അറ്റാച്ച്ഡ് ആണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് തനിക്ക് ഇത്രയ്ക്കും ഫീലായത്. താൻ സമാധാനമായിരിക്കെ എന്നൊക്കെ ഗോകുൽ ഇപ്പോൾ അർച്ചനയോട് പറഞ്ഞതിന് ശേഷം ഗോകുൽ ഇപ്പോൾ റൂമിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് അവിടെ ഇരുന്ന് അർച്ചന പറഞ്ഞ ആ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് ഗോകുൽ. ഈ സമയം ഇപ്പോൾ ഗൗരി അർച്ചനയോട് സംസാരിക്കുന്നു. അമ്മ സങ്കടപ്പെടേണ്ട, ചിപ്പിമോൾക്ക് ഞങ്ങളെല്ലാവരുമുണ്ട്. നമുക്ക് നാളെ തന്നെ ചിപ്പിമോളുടെ അരികിലേക്ക് പോകാം എന്നൊക്കെ ഇങ്ങനെ ഗൗരി ഇപ്പോൾ അർച്ചനയോട് പറയുന്നു. ഈ സമയം ഇപ്പോൾ ശിശിര ഗൗരിക്കുള്ള ചായയും സ്നാക്സും ഒക്കെയായി വരുന്നുണ്ട്. അതൊക്കെ കൊടുത്തിട്ട് ശിശിര ഇപ്പോൾ അവിടെ നിന്ന് പോവുകയാണ്. എന്നാൽ അർച്ചന വീണ്ടും ഇങ്ങനെ ഇരുന്ന് ഓരോന്നും ആലോചിക്കുകയാണ്. ചിപ്പിയുടെ യഥാർത്ഥ അമ്മ എങ്കിലും ആരായിരിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ അർച്ചന ഇരിക്കുന്നു. ഈ സമയം തന്നെ ചിപ്പിയെ കാണിക്കുന്നു. ചിപ്പിയാണെങ്കിൽ വളരെയധികം സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് കട്ടിലിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.